അത് കൊല്ലുന്ന ശുശ്രൂഷയാ, അത് അക്ഷരത്തിന്റെ ശുശ്രൂഷയാ. ആ കല്ലിക്കൊത്തി ഒരു പ്രമാണം. ഈ പ്രമാണം ഇടയച്ചെറുക്കൻ നിന്ന് വിലക്കി തുടരുത്. അപ്പൊ എടുക്കാൻ ചെന്ന ഇടയൻ ഒന്ന് അറച്ചു. പക്ഷേ ഈ ഇടയന്റെ പ്രത്യേകത ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയനാണ്. സ്ഥലോ അല്ലാതെ ആടിനെ കണ്ടിച്ച് ചാപ്പാടുണ്ടാക്കുന്ന ഇടയനല്ല. അങ്ങനെയുള്ള ഇടയന്മാരുണ്ട്. മീഹാപ്രവചനത്തിലാന്ന് തോന്നുന്നു, വായിക്ക് കടിക്കാൻ കൊടുത്തില്ല, വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചു കളി. തെജാഞ്ചോ ചോത്ര കാഴ്ചയൊന്നും കൊടുത്തില്ല, സങ്കീർത്തനമെടുത്ത് നിന്നെ അറയിൽ നിന്ന്. അതാണ് നീ എന്നാ പല്ലിന് കടിക്കാൻ കൊടുത്തില്ല, വിശുദ്ധ യുദ്ധം പ്രഖ്യാപനം. അങ്ങനെയല്ലയോ? അങ്ങനെ തന്നെ പുസ്തകത്തിൽ എഴുതാം. പല്ലിന് കടിക്കാൻ കൊടുത്തില്ലെങ്കിൽ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചു കളി. എനിക്ക് ഈ സഭയോട് ഞാൻ മന്നപ്പുഴം കഴിഞ്ഞ ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണമാണ്. അഭിനന്ദിക്കുന്നു. ഇതാകെ 4 കുടുംബം 5 പേരുമുണ്ട്. 2 പേർക്ക് ചാപ്പാട് കൊടുക്കുന്നതിന് എന്തൊരു ബഹളമാണെന്നറിയാം. പിന്നെ ഫുഡ് കമ്മിറ്റി കൊടുക്കുന്നത് എങ്ങനെയാ? അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഇവിടെ എല്ലാവർക്കും ഭക്ഷണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയല്ല. ഞാനങ്ങ് ഓപ്പണായിട്ട് പറയാം, ദൈവദാസന്മാരെ വിളിച്ചാൽ ശരിക്കും മാനിക്കാന് പറയും. ചില അവന്മാരുണ്ട് പറയണ്ടേ, സ്വതരാഴ്ച എടുക്കും ഇഷ്ടം പോലെ. അതുകൊണ്ട് വിളിക്കുന്ന ദൈവദാസന്മാർക്കും പാട്ടുകാർക്കും കൊടുക്കത്തില്ല, കൊടുക്കുകയാണെന്ന്. ഇരണ്ട വീടും പോലെ അതിന്റെ മേളിലോട്ടും സ്വതരാഴ്ച എടുക്കാൻ ഓടുന്ന ഓട്ടം കാണുന്നു. നമ്മള് കൂട്ടിയെന്ന് അൽസേഷനെ ഇറക്കി വിട്ടു. എടുത്തോ. ഈ പാട്ടുകാരൊക്കെ ഒരു കുടുംബസ്ഥരാ ഇല്ലേ? ഇല്ലേ? ഇത് പോയിട്ട് രാത്രി കവനോണ്ടടി വല്ലതും ഉണ്ടോ? ഉണ്ടോ? കുടുംബസ്ഥരാ. ഈ ദൈവദാസൻ ശരിക്കും മാനിക്കാൻ അറിയാം. അഭിനന്ദിക്കാൻ എവിടെ? അഭിനന്ദിക്കണം. നീ ദോത്രകാഴ്ച അടിച്ചു മാറ്റിയാൽ നിന്റെ പണ്ട് വയറ് ദൈവം അടിച്ചു താഴെയിടും. താമസിക്കാതെ അത് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കിടക്കുമ്പോ പഠിച്ചോളൂ. ഇത് ഉപ്പാപ്പ കളിയല്ല, തീ കളിയാ. എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട് പ്രസംഗിക്കാൻ കൊടുക്കുന്നതിനെ പറ്റി. ഞാൻ സുവിശേഷ വില ഇറങ്ങിയിട്ട് 10-28 കൊല്ലമായി. ഭൗതികമായിട്ട് ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കിട്ടിയതിൽ അത്യാവശ്യം എന്റെ കൂടെ വരുന്ന സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും ഞങ്ങളുടെ വീട്ടിലും വന്ന്, ഞങ്ങളുടെ വീട്ടോട്ട് ചെന്നാൽ അവള് നിന്നെ ഓടിക്കും. കാരണം കിട്ടുന്നതെല്ലാം നാട്ടുകാർക്ക് കൊടുക്കുന്നെന്നാ. അത് ഞാൻ കേട്ടോളാം. നല്ല പ്രാഗൽഭ്യമുണ്ട് എനിക്ക്, ഉണ്ടെന്ന്. അല്ല ആളിനെ കണ്ടപ്പോ മയക്കേറ്റിയപ്പോ ഞാൻ കിടന്ന് ഭൂതി ഇളകി നിൽക്കുകയല്ല, നല്ല പ്രാഗൽഭ്യത്തോടാ പറയുന്നത്. അത് വേറൊരു വിഷയം. അതൊക്കെ ഇടയ്ക്ക് കൊടുത്തിരുന്നൊക്കെ ആവശ്യമുള്ളവരിവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ അവർ മേടിച്ചോണ്ട് പൊക്കോളും. നിങ്ങളാരും ഇവിടെ കണ്ടൊക്കെ എടുക്കാൻ ആള് വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പൊ ഇതിനെല്ലാം ഒരു ക്രമങ്ങളുണ്ട്, ക്രമമുണ്ടെന്ന്. ചിലത് യോഗം നടത്തിച്ച് ബാലൻസ് പൈസ ഫണ്ടിലിടുക. നമ്മുടെ ഇത്തോണത്തെ വിജയമായി. വിജയമല്ലേ? 45,000 നമ്മുടെ പിന്നെ വിജയമല്ലേ? നാട്ടുകാരെ എല്ലാം കളിപ്പിച്ച് രാജ്യം മേടിച്ചേച്ച്. അതിനിപ്പോ ഇപ്പോഴത്തെ ബിരുദന്മാരുടെ ഉപദേശം വരും, ഇടയ്ക്ക് നമുക്ക് സ്വതന്ത്ര കാഴ്ച. സ്വതന്ത്ര കാഴ്ച ആയതുകൊണ്ട് ജനം താമസിച്ചേ വരുള്ളൂ. അതിന് ഉപദേശന്മാർ അതിലും വലിയ ബുദ്ധിമാണ്. നമുക്ക് ഇടയ്ക്ക് ഇതെല്ലാം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ഞാൻ ഇടയ്ക്ക് അത് പറഞ്ഞെന്നുള്ളത് പറയേണ്ട അത്യാവശ്യമാണ്. വിശേഷിച്ച് ഈ ഏരിയയിൽ പറഞ്ഞേ ഒക്കൂ. ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. കർത്താവിനെ ആദരിച്ചാൽ ദൈവം നിന്നെ ആദരിക്കും. അത് ആ ഭാഗം ഞാൻ അങ്ങനെ വിടുക. ദൈവത്തിന് മഹത്വം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അവൾ കരുണയില്ലാത്ത ഈ സ്ത്രീ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അങ്ങ് നടന്നു. ഇടയച്ചെറുക്കൻ ഈ കുഞ്ഞിനെ കോരിക്കെടുക്കാൻ ഒരുങ്ങി. ന്യായപ്രമാണം എന്ന് വിലക്കി തുടരുത്. പക്ഷെ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവന കൊടുക്കുന്ന നല്ല ഇടയൻ. കാണാതെ പോയ ആടുകളെ തേടി ഇറങ്ങിയ ഇടയൻ.
നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തുന്നത് വരെ പിന്തുടരുന്നതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ എടുത്ത് തോളിൽ ചുമന്ന് അവ കൊണ്ടുവരുന്ന നല്ല ഇടയൻ, ആ നല്ല ഇടയനാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പാടാൻ വയ്യ എങ്കിലും GKS എഴുതിയൊരു പാട്ടുണ്ട്. അലയും നോരാടുകൾക്കായി നിലവിട്ടു താണിറങ്ങി പലമട്ടു മാലികന്ന സ്നേഹമേ. അലയുന്നോരാടുകൾക്കായി നിലവിട്ടു താണിറങ്ങി പലമട്ടു മാലികന്ന സ്നേഹമേ. വിലയേറും തങ്കനിണം ചൊരിവാനും താൻ കനിഞ്ഞ ധാരാളം വന്യമക സ്നേഹമേ, സ്നേഹമേ. വിലയേറും തങ്കനിണം ചൊരിവാനും താൻ കനിഞ്ഞ ധാരാളം വന്യമക സ്നേഹമേ, സ്നേഹമേ. നല്ലിടയനേശു തനിക്കുള്ള ജനങ്ങൾക്കായി വന്ന സ്നേഹമേ, സ്നേഹമേ. നല്ലിടയനാടുകൾക്കായി ജീവനെയും നൽകിടുന്ന സ്നേഹമേ, സ്നേഹമേ. നല്ലിടയനാടുകൾക്കായി ജീവനെയും നൽകിടുന്ന സ്നേഹമേ, സ്നേഹമേ. ഒരു നാളും കൈവിടുകില്ല, അതിനാൽ ഈ ആടുകളിൽ ഭയമില്ല തന്റെ മകാ സ്നേഹമേ. ഒരു നാളും കൈവിടുകില്ല, അതിനാൽ ഈ ആടുകളിൽ ഭയമില്ല തന്റെ മകാ സ്നേഹമേ. കനിപോലും തൻ കരത്താൽ താലോലിച്ച് മരുവിൽ ചേലോടു പോറ്റിടും തൻ സ്നേഹമേ, സ്നേഹമേ. കനിപോലും തൻ കരത്താൽ താലോലിച്ച് മരുവിൽ ചേലോടു പോറ്റിടും തൻ സ്നേഹമേ, സ്നേഹമേ. നല്ലിടയനേശു തനിക്കുള്ള ജനങ്ങൾ സ്നേഹമേ, സ്നേഹമേ. നല്ലിടയനാടുകൾക്കായി ജീവനെയും നൽകിടുന്ന സ്നേഹമേ, സ്നേഹമേ. നല്ലിടയനാടുകൾക്കായി ജീവനും നൽകിടുന്ന സ്നേഹമേ, 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 സ്നേഹമേ. അപ്പൊ ആടുകൾക്ക് വേണ്ടി ജീവനെ തരുന്ന നല്ല ഇടയൻ. അപ്പൊ ഇടയൻ ഈ കുഞ്ഞിനെ എടുക്കാതിരിക്കുമ്പോ പ്രമാണം വിലക്കി തുടരുത്. ഇന്നും ആ പ്രമാണം നിന്നപ്പുറ വിലക്കുക ഏതാ ഇപ്പം വിലക്കുന്ന അങ്ങനെ പോകരുത്. എവിടെ അവരുടെ യോഗത്തിന് അന്നേരം ജനം പറഞ്ഞു ഞങ്ങൾ അങ്ങ് പോയി, നല്ല യോഗമായിരുന്നു, പോയി. പിന്നെ അടുത്ത പ്രമാണം മുന്നിൽ പോയിരിക്കരുത് വിളിച്ചു പറയും. പിന്നെ പറഞ്ഞു അയ്യോ ഇടയില്ലായിരുന്നു, അങ്ങനെ കയറിയിരിക്കാൻ പറഞ്ഞോളൂ. ഞങ്ങള് കൈ പൊക്കരുത്, അന്ന് രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടോ എന്ന് പറയുമ്പോ അതിനാ പൊക്കരുത്. എന്താ പറയാ വചനമെല്ലാം കേട്ട് ക്രൂശിനെ പറ്റി കേട്ടപ്പോ അനുദപിച്ച് പോയി. മുങ്ങരുത്, കൊണ്ട പറഞ്ഞു അത് ശരിയാന്ന് കേട്ടപ്പോ അന്ന് ഞായറാഴ്ച ഉണ്ടായിരുന്നു. ഞാൻ പറയരുത് മറുഭാഷ പറയരുത്. പറയുന്നില്ലെന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ ചക്കരി വന്ന കഴിഞ്ഞപ്പോ ഊരരുത്, അണ്ണാണ്ട മൂടുന്നു ഒക്കെ ഞാൻ കണ്ട്. അയ്യോ ഊരുന്നില്ലെന്ന് ഇത് പിടിവാശി കൊണ്ടിരുന്നതാ. പക്ഷെ ദൈവശക്തി വന്ന് പാപബോധം വന്നപ്പം ഇതൊന്നും ഗുണമല്ല, അതാന്ന് ഓർത്തപ്പോ ഊരോട്ട് കിടങ്ങുന്നത്. ഇന്നും
ആ പ്രമാണം എന്നിങ്ങനെ വിലക്കുക, അരുത് 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 അരുത്. പക്ഷെ ഇടയന്റെ വിശേഷത ആടുകൾക്ക് വേണ്ടി ജീവനെ തരുന്ന ഇടയനാണ്. കരുണയുള്ള ഇടയൻ, അവൻ ശ്രേഷ്ഠ ഇടയൻ, അവൻ നല്ല ഇടയൻ, അവൻ ആർദ്രതയുള്ള ഇടയൻ, അവൻ മനസ്സരിവുള്ള ഇടയൻ, അവൻ സ്നേഹിക്കുന്ന ഇടയൻ, ജീവൻ തരുന്ന ഇടയൻ. കാട്ടൂടെയോടിയോരാടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ കാട്ടൂടെയോടിയോരാടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠ ഇടയനെ പാപീതാ വരുന്നു. പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠ ഇടയനെ പാപീതാ വരുന്നു. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം, തിരുപാദം എൻ്റെ ശരണം. ജീവനെ നിൻ തിരു പുണ്യരക്തം എന്നെ പാപി ഞാൻ രക്ഷപ്പെടാൻ. ജീവനെ നിൻ തിരു പുണ്യരക്തം എന്നെ പാപി ഞാൻ രക്ഷപ്പെടാൻ. വേറെ ആവതില്ലായ്കയാൽ സർവമുപേക്ഷിച്ചു പാപീതാ വരുന്നു. വേറെ ആവതില്ലായ്കയാൽ സർവമുപേക്ഷിച്ചു പാപീതാ വരുന്നു. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം, തിരുപാദം എൻ്റെ ശരണം. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം, തിരുപാദം എൻ്റെ ശരണം. ഹല്ലേലൂയ. അച്ഛൻ ഇന്നലെ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചാ ഇവിടെ വന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്നെ പിടിച്ചു കുലുക്കിയൊരു വിഷയമുണ്ട്. അച്ഛൻ ഫോൺ വിളിച്ചപ്പം ഞാനങ്ങ് പറയും. ഫോൺ വിളിച്ചപ്പം കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിന്നെ അടുത്ത പ്രാർത്ഥിക്കുന്ന അനീഷ് കാവാലം പാസ്റ്റർക്കാണ്. അച്ഛൻ എന്നിട്ട് അങ്ങ് കരഞ്ഞു, ഞാനും കരഞ്ഞു. ആണെന്ന കണ്ണീര. ഇതുപോലുള്ള അച്ഛന്മാരും ദൈവദാസന്മാരും ദൈവമക്കളും ഉമ്മമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാ നിൽക്കുന്നത്. തമ്പുരാന്റെ കൃപ കൊണ്ട് എന്നെ പ്രാർത്ഥിച്ചോണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയില്ലാതെ നിൽക്കാൻ ഒക്കത്തില്ല. പ്രാർത്ഥനയുടെ കോട്ടയ്ക്കകത്താ ഞങ്ങളെ പോലുള്ളവരെ നിർത്തണം. അപ്പൊ അതൊക്കെ ശ്രീഗതത്തിന്റെ പഴയ പാട്ടാ. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണം. ക്രിസ്തുവിന്റെ പാദമല്ലാതെ വേറെ ശരണമില്ല. അവന്റെ തൃപ്പാദം മാത്രമാണ് നമ്മുടെ ശരണം. അത് ഓടിച്ചു പറയുക. ഇങ്ങനെ പ്രസംഗിച്ചാൽ ഇന്ന് വെളുക്കോളം ഞാൻ പ്രസംഗിക്കും. അതുകൊണ്ട് പേരുടെ ഫോട്ടോ നിന്ന് നിർത്തുക, ഓടിച്ചു പോവുക. അപ്പൊ ഈ ഇടയ ചെറുക്കൻ പിന്നെ ന്യായപ്രമാണത്തിന്റെ ആ കൊല്ലുന്ന ശുശ്രൂഷയെ ചിന്തിച്ചില്ല, കൃപയുടെ ശുശ്രൂഷയിൽ നിറഞ്ഞു. ഓടി അടുത്ത് എന്ന് ഈ ചോരയിൽ പൊതിഞ്ഞ് മരണപത്രത്തിൽ അകപ്പെട്ട പെൺകൊച്ചിനെ കോരിയെടുത്ത് മാറോട് ചേർത്ത്, എന്റെ ഭാഷ പറഞ്ഞ മുത്തമല്ല ഇട്ട് അതിന്റെ ആ കണ്ണുമൊക്കെ ഒന്ന് പൂത്ത് ശ്വാസോച്ഛ്വാസമൊക്കെ ഒന്നുകൂടെ നല്ല രീതിയിലാക്കി അതിനെ ഒന്നുകൂടെ ഒന്ന് പൊതിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി
മാറോട് ചേർത്തങ്ങ് അണച്ച് ചാകാറായി കിടന്നതാ. അതിനെ അങ്ങ് കോരിയെടുത്ത് സ്തോത്രം മാറോട് ചേർത്ത് വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഇനി ഓടിച്ച് പറയാം, ഒരമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. വളർത്തമ്മയാണ്. അമ്മയുടെ കയ്യിൽ കൊച്ചിനെ കൊണ്ട് കൊടുത്ത ചിടയൻ പറഞ്ഞമ്മേ, ഇത് ചോരയെ പൊതിഞ്ഞ് ജാകാറായി കിടന്ന പെങ്കൊച്ച, ആർക്കും വേണ്ടായിരുന്നു, ജാകേണ്ടതാ. ഞാൻ എതിരെ ചെന്നപ്പോഴാണ് കണ്ടത്. പെങ്കൊച്ച വളർത്തണം, കൊടുക്കേണ്ടതെല്ലാം കൊടുത്തോണം, വളർത്തി മിടുക്കിയാക്കണം, മിടുമിടുക്കിയാക്കണം, സുന്ദരിയാക്കണം. അവള് മിടുമിടുക്കി സുന്ദരിയായി കഴിയുമ്പോൾ ഞാനിപ്പോ ആടിനെ തീറ്റാൻ പോവാ അപ്പുറം ചരിവിലോട്ട്. ഇവള് മിടുക്കിയായി കഴിയുമ്പം തിരിച്ചു വന്ന് ഞാനിവളെ കൊണ്ടുപോകണം. ഇത് പറഞ്ഞ് ഇടകി ചെറുക്കൻ ഈ കൊച്ചിനെ ഈ പോത്തമ്മയുടെ കയ്യിലോട്ട് കൊടുത്തേച്ച് ആടുകളെ തീറ്റാൻ ഗിലിയാദ് മലഞ്ചെരിവിന്റെ വടക്കേ ചെരിവിലോട്ട് പോകുന്നു. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും, ചെല്ലും നിത്യത മണവാട്ടിയുമായി യുഗയുഗവാണിടുവാൻ. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർവിരിയും, ചെല്ലും നിത്യത മണവാട്ടിയുമായി യുഗയുഗവാണിടുവാൻ. പുതുയുഗ പുലരിയിൽ പുതുഗാനത്തിൻ ഈരടി കേൾക്കാറായി, പുതുയുഗ പുലരിയിൽ പുതുഗാനത്തിൻ ഈരടി കേൾക്കാറായി, ഈരടി കേൾക്കാറായി. സ്വർഗസിയോൻ പ്രവാസികളെ പ്രഭാതമാകാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. രാജാധിരാജൻ വരുന്നു വേഗം മേഘാരൂഢനായി, രാജാധിരാജൻ വരുന്നു വേഗം മേഘാരൂഢനായി. രാത്രികാലങ്ങൾ തീരാറായി വേഗമൊരുങ്ങുകനായി, രാജാധിരാജൻ വരുന്നു വേഗം മേഘാരൂഢനായി. രാത്രികാലങ്ങൾ തീരാറായി വേഗമൊരുങ്ങുകനാം. പുതുയുഗ പുലരിയിൽ പുതുഗാനത്തിൻ ഈരടി കേൾക്കാറായി, പുതുയുഗ പുലരിയിൽ പുതുഗാനത്തിൻ ഈരടി കേൾക്കാറായി, ഈരടി കേൾക്കാറായി. സ്വർഗസിയോൻ പ്രവാസികളെ പ്രഭാതമാകാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർവിരിയും, ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർവിരിയും, ചെല്ലും നിത്യത മണവാട്ടിയുമായി യുഗയുഗവാണിടുവാൻ. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർവിരിയും, ചെല്ലും നിത്യത മണവാട്ടിയുമായി യുഗയുഗവാണിടുവാൻ. പുതുയുഗ പുലരിയിൽ പുതുഗാനത്തിൻ ഈരടി കേൾക്കാറായി, പുതുയുഗ പുലരിയിൽ പുതുഗാനത്തിൻ ഈരടി കേൾക്കാറായി, ഈരടി കേൾക്കാറായി. സ്വർഗസിയോൻ പ്രവാസികളെ പ്രഭാതമാകാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. അമ്മയുടെ കയ്യിൽ വളർത്തമ്മയുടെ കയ്യിലിട്ട് കൊച്ചിനെ കൊടുത്ത് എല്ലാം ചുമതലപ്പെടുത്തി ഏൽപ്പിച്ചേച്ച് ഇടയാനങ്ങ് പോയി ആടിനെത്തി. അത് പോറ്റമ്മ ഈ കുഞ്ഞിനെ വളർത്തി. നല്ല അമ്മമാർക്ക് പിള്ളേരെ വളർത്താൻ അറിയാം. ഇപ്പൊ പിന്നെ പെറ്റമ്മയല്ലല്ലോ മിക്കയിടത്തും വളർത്തുന്നത്, എല്ലാം വേലക്കാരി തള്ളയാ. അവളെ പ്രസവിച്ചിട്ട് കൊടുത്തേച്ച് നമ്മള് സൂസി എന്ത് ഡെലിവറി കഴിഞ്ഞ് പോയി. എന്നായിരുന്നു ഡെലിവറി വെള്ളിയാഴ്ചയായിരുന്നു. സൂസി എന്നാ പോയത് ശനിയാഴ്ച വൈകിട്ടേ അവള് പോയി. വീട്ടിലോട്ട് വന്നില്ല. ഇല്ല, അവള് ലേബർ റൂമിൽ നിന്ന് തിയേറ്ററിലോട്ട് വന്ന് അവിടെ നിന്ന് പിന്നെ അതിലേ തന്നെ ഇറങ്ങി എയർപോർട്ടിലോട്ട്. ഇവിടുത്തെ വളർത്തല്ല അങ്ങനെ. പിന്നെ ഇപ്പൊ കൊച്ചിനെ വലിയ തള്ളയാണ് നോക്കുന്നത്. വലിയൊരു വേലക്കാരിയുണ്ട്. വലിയ തള്ളയ്ക്ക് നടക്കാനും മേലെ അത് മറ്റേ ഇതിലാണ് നടക്കുന്നത്. വളർത്തല്ലേ. അവിടെ തള്ള ഞായറാഴ്ച കൊച്ചുമായിട്ടൊരു വരവുണ്ട്. ഒരു ഓട്ടോയിലെ
5 കുപ്പി പാലും 3 കൂടി ബിസ്ക്കറ്റും. ഈ തള്ള ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഹോളിന്റെ ഫ്രണ്ടിലോട്ട് അങ്ങ് ഇടുക. ഇട്ടച്ച 1 കുപ്പി പാല്. അത് തീരുമ്പം തള്ള പ്രാർത്ഥിക്കത്തില്ല, മിനിമിനാൻ നോക്കുക അതെണ്ണ തുറന്ന് പാല് തീർന്നു വന്ന് അടുത്ത കുപ്പി. 5 കുപ്പി 2 മണിക്കൂർ കൊണ്ട്. ഈ പിള്ളേരെ അമ്മയുടെ മുലപ്പാല് കുടിച്ച് വേണം പിള്ളേര് വളരാൻ. പ്രമാണം അതാ, അല്ല കുപ്പിപ്പാലല്ല. മനസ്സിലാകുന്നുണ്ടോ? അമ്മയുടെ കൈത്തണ്ടേ കിടന്ന് അമ്മയുടെ അവൻ മുല മുകർന്ന് അവൻ രുചിച്ച് കുടിച്ച് വേണം കുഞ്ഞുങ്ങൾ വളരാൻ. അങ്ങനെ വളരുന്ന കൊച്ചുങ്ങൾക്ക് അമ്മയോടും അപ്പനോടും താല്പര്യവും വരും. എന്നാ നിന്റെ പിള്ളേര് ചത്തിട്ട് പോലും വരാത്ത ടിക്കറ്റ് ബാർഗൈൻ ചെയ്ത് നിൽക്കുകയല്ലേ. മൂത്തവരടാ കാനഡയില്, ഇളയവൻ കാലിഫോർണിയ, മോളെവിടാ അയർലൻഡിലെ, തള്ള ഇപ്പൊ വിടാ പുഷ്പഗിരി മോർച്ചറിയില്ലേ. എപ്പോ വരും അതൊന്നും പറയാനൊക്കത്തില്ല. ഇതിന് ടിക്കറ്റ് നീ കുപ്പിപ്പാല് കൊടുത്തപ്പോ ഓർക്കണമായിരുന്നു. മുലപ്പാല് കുടിച്ച കൊച്ചുങ്ങളാന്നെ വായു വലിക്കുന്നതിന് മുന്നേ സ്ഥലത്തെത്തും. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? കാരണം കൊച്ചുങ്ങളെ പ്രസവിച്ചു നീയും പോയി കാശ് തേടി കുവൈറ്റിലും അവിടെ ഇവിടെയല്ല. കൊച്ചുങ്ങൾ ഇവിടെ വേലക്കാര് നോക്കി. അത് കഴിഞ്ഞപ്പോ നേഴ്സറി വിട്ടു, അവിടെ 2 സഹോദരിമാർ അവർ നോക്കി. അത് കഴിഞ്ഞപ്പോ പിന്നെ വലിയതല്ല ഞാനാറായി. അപ്പൊ വേറൊരു തീയം കൂടെ നിർത്തി. പിന്നെ പിള്ളേരെ ബോർഡിങ്ങിലോട്ട് വിട്ടു. കൊച്ചു നെയ്യുമായിട്ട് പിന്നെ മാസത്തെ വർഷത്തിലൊന്നും വരുമ്പോ 1 പാക്കറ്റ് മുട്ടായി. ഇങ്ങനെയുള്ള കൊച്ചുങ്ങൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്യണം. അമ്മയുടെ മുലപ്പാല് കുടിച്ച് വേണം കുഞ്ഞുങ്ങൾ വളരാൻ. വേദ പുസ്തകത്തിൽ അതല്ലേ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാവുന്നോട് ഓർപ്പിക്കുക. ഈ ശമവേലെ ജനിച്ചു കഴിഞ്ഞപ്പം എൽക്കാന അന്നാമ്മയോട് പറഞ്ഞു, അന്നാമ്മ ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയ കൊച്ചല്ലേ, പ്രാർത്ഥിച്ച് പള്ളിക്കൊച്ചല്ലേ, നമുക്കിതിന്റെ പള്ളിക്ക് കൊടുക്കാം. ഉടനെ അന്നാമ്മ പറഞ്ഞാ ഇത് പള്ളിക്കൊച്ച് തന്നെ, പള്ളിക്ക് കൊടുക്കുന്ന കൊച്ചാ, പക്ഷെ മുലകുടി മാറിയിട്ട്. അങ്ങനെ വേറെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് മുലകുടി. അങ്ങനെ മുലകുടി മാറിയപ്പോൾ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഉൽപ്പത്തിയിൽ അങ്ങനെയല്ലേ വായിക്കുന്നത്? ഇസഹാക്കിന്റെ മുലകുടി മാറിയപ്പോൾ അമ്മയുടെ മുലപ്പാല് കുടിച്ച് കുഞ്ഞുങ്ങൾ വളരണം. മൃഗത്തെ നോക്കിക്കേ, മൃഗം അങ്ങനല്ലയോ? കന്നാലി പ്രസവിച്ച ഉടനെ അങ്ങനെ തപ്പിച്ചെന്ന് ഇല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിയതല്ലേ? കന്നാലിയുടെ വിവരം പോലും ഇല്ലല്ലോ കരുതേ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരിക്കൽ പറഞ്ഞു, മനുഷ്യനെ മൃഗത്തെ ഒരുപോലെ മൃഗത്തെ മനുഷ്യനോട് തുലനപ്പെടുത്തരുത്, മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് പോകുന്നു. മൃഗത്തെ മനുഷ്യനോട് തുലനപ്പെടുത്തരുത്, മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് പോകുന്നു. ഞാനത് ചിന്തിച്ചപ്പോൾ ഞാൻ പുസ്തകം വായിച്ചു. കൃത്യമാ രാധാകൃഷ്ണൻ പറഞ്ഞത് ആയിരുന്നു.